ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിച്ച വഖഫ് ബിൽ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ്. വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണ് ബില്ലിന് പിന്നിലെന്ന് നേതാക്കൾ പറഞ്ഞു. വഖഫ് ഭേദഗതിയെ രാഷ്ട്രീയപരമായും നിയമപരമായും പ്രതിരോധിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇത് പാസായാൽ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കില്ല, ഭാവിയിൽ മറ്റ് മതവിഭാഗങ്ങളുടെയും സ്വത്തുക്കളെ നഷ്ടപ്പെടുത്തും എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തികച്ചും കെട്ടിച്ചമക്കപ്പെട്ട ഒരു നിയമമാണ് ഇപ്പോൾ പുതിയ അതിൻ്റെ ഭേദഗതി എന്ന പേരിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. സമഗ്രമായ ഒരു വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വഖഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ്. ഈ വഖഫ് ചെയ്യുക, അതിൻ്റെ ആ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക എന്നൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ്. അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം 2013 ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർഗദർശനങ്ങൾക്കനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിരുന്നു. മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ കക്ഷികളെല്ലാം, എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനെ ശക്തമായിട്ട് തന്നെ പാർലമെൻറ്റിൽ എതിർക്കും. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുക. സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. കേരളത്തെക്കാളും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ മറ്റിതര സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ വഖഫിനെ പിടിക്കാൻ കാരണം ഇത്രയും കാലം വളരെ വ്യവസ്ഥാപിതമായി പോകുന്ന ഒന്ന് വഖഫാണ്. വഖഫ് സ്വത്തുക്കളുടെയും അതിൻ്റെ ആ സംരക്ഷണമാണ് വ്യവസ്ഥാപിതമായി രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി ഇടപെടുക എന്നൊക്കെയായിരിക്കാം അവരുടെ ലക്ഷ്യം. വഖഫിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഭൂമിക്കോ ഏതെങ്കിലും വസ്തുതയ്ക്കോ കേസ് വന്നാൽ പിന്നെ അത് ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് ഒരു ഇതിൻ്റെ പേരില്ലേ, ഇപ്പം മുനമ്പം വിഷയത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഡിവിഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ക്രൈസ്തവ മേധാവികളും മുസ്ലിം സംഘടനകളൊക്കെ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. മുനമ്പം വിഷയം പ്രത്യേകമായിട്ടൊരു വിഷയമാണ്. അതിന് പ്രത്യേകമായിട്ടൊരു രീതിയിൽ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടിനെയും വെച്ചുകൊണ്ട് ഗവൺമെൻറ് മുൻനിർത്തി അതിനെ പരിഹരിക്കണമെന്നാണ്. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ അവിടെ കുടിയിറക്കണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, അതിന് ഞങ്ങൾക്ക് അനുകൂലിക്കുന്നുമില്ല. അവിടെ 19 കുടുംബങ്ങളുണ്ട്, അവരെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിടണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതിനെ ഗവൺമെൻറ്റാണ് അതിനെ രമ്യമായിട്ട് പരിഹരിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ കേരളീയ പൗരന്മാരാണല്ലോ അവർ. അപ്പോൾ അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അത് ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യണം. അതിന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാകും. ഈ ഭേദഗതി പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിടുന്നതാണ്. അതിനാൽ മതേതര രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബിൽ പാർലമെന്റിൽ പാസായാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. വഖഫ് ബിൽ ഭേദഗതി സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുമായി വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനമ്പം പ്രശ്നത്തോട് വഖഫ് ബിൽ ഭേദഗതിക്ക് ബന്ധമില്ലെന്നും അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്
കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് കേരള ഗവൺമെൻറ് മുൻകൈയെടുത്തത് തീർക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഇതിമ കൊണ്ടുപോയി കെട്ടിയതൊക്കെ വളരെ ദുരുദ്ദേശപരമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലർ ചെയ്തതാണ്. മതമേലധ്യക്ഷന്മാരൊക്കെ അന്ന് പ്രശ്നം നല്ല നിലക്ക് പരിഹരിക്കണം എന്നുള്ള നിലക്ക് പറയുന്നതാവും. ഇത് നല്ല നിലക്ക് പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റാൻഡ്. അങ്ങനെ തന്നെയാണ്. ഇത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ്. മുനമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല. അതിൽ മാറ്റമില്ല. ഇതിൽ ഒന്നും രണ്ടും ക്ലോസ് അല്ല, ഒരുപാട് ക്ലോസ് ഉണ്ട്. ഒക്കെ ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ്. അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ ഈ സമിതികളുള്ളത്. അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം പാടുള്ളൂ എന്നുള്ളത് ഉണ്ടാകുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ വിപുലീകരിക്കുകയാണ്. അങ്ങനെ പലജാതി പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണിത്. അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. നഗശികാന്ത എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി ബില്ല് പാസ്സായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.